സംഘപരിവാർ നിലപാടുകളെ പരസ്യമായി വിമർശിച്ച മുതിർന്ന നേതാവ് സി.കെ. പത്മനാഭനെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. സി.കെ.പിക്കെതിരെ നടപടിയെടുത്താൽ പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ആശങ്ക. കേരള കോൺഗ്രസ് എം തൊട്ടുകൂടാത്ത പാർട്ടിയല്ലെന്ന് എം.ഡി. രമേശ് പറഞ്ഞു. ചെഗുവേര പരാമർശത്തിന്റെ പേരിൽ സി.കെ. പത്മനാഭന്റെ വാക്കാലുള്ള വിശദീകരണം തള്ളിയ കോർ കമ്മിറ്റിയും സംസ്ഥാന ഭാരവാഹി യോഗവും നടപടിക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. RSS കടുത്ത അതൃപ്തി അറിയിച്ചെങ്കിലും സി.കെ.പിക്കെതിരെ നടപടിയെടുത്താൽ ബി.ജെ.പിയിലെ കൊഴിഞ്ഞുപോക്കിന് വേഗത കൂടുമെന്നും പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്നുമുള്ള വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വം. ഈ സാഹചര്യം ഒഴിവാക്കാൻ കടുത്ത നടപടി തൽക്കാലം വേണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വെടിനിർത്തലിന് തൽക്കാലം വിരാമമിട്ട് സമ്മേളന അജണ്ടയായ NDA വിപുലീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. മുന്നണി വിപുലീകരിക്കുമ്പോൾ പ്രഥമ പരിഗണന കേരള കോൺഗ്രസിന് തന്നെയായിരിക്കുമെന്നാണ് ബി.ജെ.പി. നേതൃത്വം പറയാതെ പറയുന്നത്. നേതാവ് അഴിമതിക്കാരനാണെങ്കിൽ ആ പാർട്ടി അഴിമതി പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി M.T. രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പാർട്ടിയിലെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരാൾ അഴിമതി കാണിക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ അഴിമതിയായിട്ട് ആരും ഒരിക്കലും പറയാറില്ല. അത് രണ്ടും ഇടപിരിച്ച് കാണുന്നതാണ്. അഴിമതി ആരോപണം കേസുള്ള കേസിന്റെ വഴിക്ക് പോകണം, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. LDFനും UDFനും ബദലായിട്ടുള്ള ഒരു ബദലാണ് BJP ആഗ്രഹിക്കുന്നത്. ആ ബദലിന്റെ സാധ്യത കേരളത്തിലുണ്ട്. അതിൽ ഞങ്ങളോട് സഹകരിക്കുന്നവർക്ക് മുമ്പിൽ ഞങ്ങളുടെ കവാടം തുറന്നിട്ടുണ്ട്. അത് വിപുലപ്പെടുത്താൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വഴികളുണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അഴിമതിക്കാരനായ മാണിയെ മാറ്റി നിർത്തിയുള്ള കേരള കോൺഗ്രസിനെ NDAയിലേക്ക് അടുപ്പിക്കലാണ് BJP ലക്ഷ്യം. അതേസമയം അക്രമരാഷ്ട്രീയത്തിനെതിരെയാണ് BJPയുടെ പ്രചരണമെന്ന് കുമ്മനം രാജശേഖരൻ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും അക്രമരാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് BJPയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന കർണാടകയിൽ നിന്നുള്ള MP നളിൻ കുമാർ കട്ടീൽ യോഗത്തിൽ വ്യക്തമാക്കിയത്. കേരളത്തിലെ BJPക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കർണാടകത്തിൽ പകരം ചോദിക്കുമെന്ന ഭീഷണിയും നളിൻ കുമാർ ആവർത്തിച്ചു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സമഗ്ര വികസന കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന് പിന്നിൽ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വളർച്ചാ നിരക്കിൽ ഇന്ത്യ പാകിസ്ഥാന് താഴെയാണ്. 79 വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 60ാമത്. അയൽ രാജ്യങ്ങളെല്ലാം പുരോഗതിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മുകളിൽ. വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്തും ഇന്ത്യ 60ാം സ്ഥാനത്തുമാണ്. സാമ്പത്തിക വളർച്ച, സാമ്പത്തിക അസമത്വത്തിലെ അന്തരം തുടങ്ങി 12ഓളം കാര്യങ്ങൾ പരിഗണിച്ച് ലോക സാമ്പത്തിക ഫോറം തയ്യാറാക്കുന്ന സമഗ്ര വികസന സൂചിക പട്ടികയിലാണ് ഇന്ത്യയുടെ സ്ഥാനം 60ലേക്ക് താഴ്ന്നത്. പട്ടികയിലുള്ള ആകെ 79 രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് ലിത്വാനിയയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം വികസന കാര്യത്തിൽ ബഹുദൂരം മുന്നേറിയതായി സൂചിക വ്യക്തമാക്കുന്നു. പട്ടികയിൽ പാകിസ്ഥാൻ 52ാം സ്ഥാനത്താണെന്നതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത. ചൈന 15ാം സ്ഥാനത്തും നേപ്പാൾ 27ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 36ാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങളിൽ ബ്രസീലും റഷ്യയും അടക്കം വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ കുതിപ്പ് നടത്തി. പട്ടികയിൽ റഷ്യ 13ാം സ്ഥാനത്തും ബ്രസീൽ 30ാം സ്ഥാനത്തുമാണ്. പട്ടികയിൽ യഥാക്രമം 2 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിൽ പോളണ്ട്, റുമേനിയ, ഉറുഗ്വേ, ലാത്വിയ, പനാമ, കോസ്റ്റാറിക്ക, ചിലി എന്നീ രാജ്യങ്ങൾ ഇടം പിടിച്ചു. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.6% നിന്ന് 6.6 ആയി താഴ്ന്നതായി അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച നവംബർ 8-ന് ശേഷമാണ് വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞതെന്നും IMFന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ, ക്യാഷ്ലെസ് എക്കോണമി തുടങ്ങിയ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിലെ പൊള്ളത്തരങ്ങളാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിൽ ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന്റെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. JDU, തൃണമൂൽ പാർട്ടികളുമായി അഖിലേഷ് വിഭാഗം ചർച്ച നടത്തി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടിയുമായി സഖ്യമായി മത്സരിക്കുമെന്ന് ഗുലാം നബി ആസാദ് ദില്ലിയിൽ സ്ഥിരീകരിച്ചു. അതേസമയം പഞ്ചാബിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ BJPയിൽ ഭിന്നത ശക്തമായി. പഞ്ചാബിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പേരിൽ BJP സംസ്ഥാന ഘടകത്തിൽ പൊട്ടിത്തെറി രൂക്ഷമായത്. ശിരോമണി അകാലിദളുമായി സഖ്യമായി മത്സരിക്കുന്ന BJPയുടെ 23 സ്ഥാനാർത്ഥികളിൽ 6 പേരെ കൂടിയാണ് പുതുതായി പ്രഖ്യാപിച്ചത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷൻ വിജയ് സാമ്പള മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയായിരുന്നു പ്രഖ്യാപനം. 2 സംസ്ഥാന മന്ത്രിമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ഫഗ്വാര മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. സംസ്ഥാന ഘടകത്തിന്റെ താൽപര്യം അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അധ്യക്ഷ പദവിയിൽ നിന്നും കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ സന്നദ്ധമാണെന്നറിയിച്ച് വിജയ് സാമ്പാള അമിത്ഷായ്ക്ക് കത്ത് നൽകി. അതേസമയം കോൺഗ്രസുമായി സഖ്യസാധ്യത ഉറപ്പിച്ച അഖിലേഷ് യാദവ് മറ്റു പാർട്ടികളുമായി ചേർന്ന് ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന് നീക്കം ശക്തമാക്കി. JDU, തൃണമൂൽ, രാഷ്ട്രീയ ലോക്ദൾ പാർട്ടികളുമായി അഖിലേഷിന്റെ അനുയായികൾ ചർച്ച നടത്തി.
കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിൽ 125-ൽ പരം സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് വ്യക്തമാക്കിയ ഗുലാം നബി ആസാദ് സഖ്യത്തിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും വ്യക്തമാക്കി. കോൺഗ്രസിന് പുറമെ മറ്റു പാർട്ടികളുമായി ചേർന്ന് വിശാല സഖ്യത്തിന് അഖിലേഷ് യാദവ് നീക്കം ശക്തമാക്കിയതിന് പിന്നാലെ പഞ്ചാബിലെ സംസ്ഥാന ഘടകത്തിലെ പൊട്ടിത്തെറി കൂടി BJPയിൽ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന് ഉറപ്പായി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മഞ്ഞളിനെ പോലെ ഔഷധ ഗുണമുള്ള മറ്റൊരു വസ്തു ലോകത്തില്ല എന്നാണ് നാം ഇത്രകാലം കരുതിയത്. എന്നാൽ മഞ്ഞളിന്റെ ഔഷധ ഗുണം തട്ടിപ്പാണെന്ന വാദവുമായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുകയാണ്. മഞ്ഞളിന്റെ ഔഷധ ഗുണത്തിന് യാതൊരു തെളിവുമില്ലെന്നാണ് ഇവരുടെ വാദം. നിസാര രോഗങ്ങൾക്ക് മുതൽ ക്യാൻസറിന് വരെ മഞ്ഞൾ ഔഷധമായി പലതരം ചികിത്സാരീതികളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. പ്രമേഹം ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്ക് മഞ്ഞൾ ഔഷധമായി മലയാളികൾ ഉപയോഗിക്കുന്നു. മഞ്ഞളിന്റെ ഔഷധമൂല്യം പല ഗവേഷണങ്ങളും ഇതിനകം സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്യുമിൻ എന്ന രാസവസ്തുവാണ് പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ടൺ കണക്കിന് മഞ്ഞളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് മരുന്നിനായി മാത്രം ഇന്ത്യയിൽ നിന്ന് ഓരോ മാസവും കയറ്റുമതി ചെയ്യപ്പെടുന്നതും. എന്നാൽ മഞ്ഞളിന്റെ ഔഷധ ഗുണം തട്ടിപ്പാണെന്ന വാദവുമായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗവേഷകരായ മൈക്കൽ എ വാൾട്ടേഴ്സ്, ഗൈഡോ എഫ് പൌളി എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ജേണൽ ഓഫ് മെഡിക്കൽ കെമിസ്ട്രിയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ഗവേഷണ റിപ്പോർട്ടുകളും നിരവധി ക്ലിനിക്കൽ ട്രയലുകളും ഉറപ്പിച്ചു പറയുന്ന മഞ്ഞളിന്റെ ഔഷധ ഗുണത്തിന് യാതൊരു തെളിവുമില്ലെന്നാണ് ഇവരുടെ വാദം. മഞ്ഞൾ ഗവേഷണത്തിനായി ഇനി കാര്യമായി പണം ചെലവഴിക്കുന്നതിൽ കാര്യമില്ലെന്നും ഇവർ പറയുന്നു. മരുന്ന് പരീക്ഷണങ്ങളിൽ തെറ്റായ സൂചനകൾ നൽകുകയാണ് കുർക്യുമിൻ ചെയ്യുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം. ഊതിവീർപ്പിച്ച ഗുണങ്ങൾ മാത്രമാണ് കുർക്യുമിനുള്ളൂ എന്നും ഇവർ പറയുന്നു. മഞ്ഞൾ വിതരണം ചെയ്യുന്ന കമ്പനികളുമായി ബന്ധമുള്ള ഗവേഷകരോ കുർക്യുമിൻ വേർതിരിച്ചെടുത്ത് വിൽക്കുന്നവരോ ആയിരിക്കാം മഞ്ഞളിന്റെ അത്ഭുത ഗുണങ്ങളുടെ പ്രചാരകർ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇതിനെതിരെ മറുവിഭാഗം രംഗത്തെത്തി. മഞ്ഞളിന്റെ ഗുണങ്ങൾ ഇതിനോടകം തെളിയിച്ചതാണെന്ന് ഇവർ നിലവിലുള്ള പഠനങ്ങളും ചികിത്സാ അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക്.